കർണാടക മന്ത്രിസഭാ വികസനം വീണ്ടും വൈകിയേക്കും. നേതാക്കൾ തയ്യാറാക്കിയ പട്ടികയിൽ രാഹുൽ ഗാന്ധിക്ക് അതൃപ്തി. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം നൽകണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. മുൻ മന്ത്രിമാർക്ക് വീണ്ടും അവസരം നൽകുന്നതിലും രാഹുലിന് താല്പര്യമില്ല. കെ വി ശ്രീധരൻ തന്നെയാണ് ഈ വാർത്തയുടെയും വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, മുതിർന്ന ആളുകളെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ വലിയ കലാപക്കൊടി പാർട്ടിക്കുള്ളിൽ കർണാടകത്തിൽ ഉയർത്തപ്പെട്ടത്. അതിന്റെ തുടർച്ചയായുള്ള പ്രതിസന്ധി ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി പുതുമുഖങ്ങളെയും യുവാക്കളെയും പരിഗണിക്കണമെന്ന് പറയുമ്പോൾ സ്ഥിതി എങ്ങനെ മാറും? അത് വഷളാകുമോ അതോ പ്രശ്നപരിഹാരം ഹൈക്കമാൻഡ് ഇടപെട്ട് ഉണ്ടാകുമോ? കർണാടക കോൺഗ്രസിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുകയാണ് വേണം നമുക്ക് ഇതിനെ നോക്കിക്കാണാൻ. പ്രത്യേകിച്ച് ഈ മന്ത്രിസഭാ ബർത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒട്ടനവധി നേതാക്കൾ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അതിൽ പരസ്യ പ്രതിഷേധങ്ങൾ പോലെ അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ പോലെ വിവിധയിടങ്ങളിലായിട്ട് നടക്കുന്നുമുണ്ട്. അങ്ങനെ ആ സമ്മർദ്ദങ്ങളേക്ക് അതിജീവിച്ചുകൊണ്ടാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഒന്നിച്ചിരുന്നുകൊണ്ട് ഒരു പട്ടിക തയ്യാറാക്കി ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിച്ചത്. മല്ലികാർജ്ജുൻ ഖാർഗെയുമായും സുർജേവാലയുമായും കെ സി വേണുഗോപാലുമായൊക്കെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതായത് 55 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകണമെന്നുള്ള ആവശ്യമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 20 മന്ത്രിസഭാ ബർത്തുകളാണ് ഒഴിവുള്ളത്. നേരത്തെ തന്നെ ആദ്യഘട്ട മന്ത്രിപട്ടിക തയ്യാറാക്കിയപ്പോൾ തന്നെ ഇത്തരം ആവശ്യം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ഇത് പരിഗണിക്കാമെന്നുള്ള നിലപാടിലേക്ക് ഒരു സമവായ ഫോർമുലയിലേക്ക് എത്തുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ തയ്യാറാക്കിയ പട്ടിക രാഹുൽ ഗാന്ധി തള്ളിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സ്വകാര്യ ഏജൻസിയെ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ ഈ മന്ത്രിസ്ഥാനത്തേക്ക് എത്തേണ്ട ആളുകളുടെ പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അനൗദ്യോഗികമായി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത് പാർട്ടിയിൽ വല്ലാതെ കലാപക്കൊടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് മുതിർന്ന മന്ത്രിമാർ അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടാതിരുന്നാൽ ഇടയാൻ സാധ്യതയുണ്ട്. ഈ മന്ത്രിസഭാ ബർത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ട്. സമുദായ സംഘടനകൾ തങ്ങളുടെ സംഘടന അല്ലെങ്കിൽ തങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മന്ത്രിസ്ഥാനം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു പുതിയ നിർദ്ദേശം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശരി, രാഹുൽ ഗാന്ധി പുതുമുഖങ്ങളെയും യുവാക്കളെയും മന്ത്രിസഭയിൽ പരിഗണിക്കുമെന്ന നിർദ്ദേശം വച്ചിരിക്കുന്നു. കർണാടക രാഷ്ട്രീയത്തിൽ വലിയ തർക്കങ്ങൾ മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് അധികം ദിവസങ്ങളായി തുടരുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു നിർദ്ദേശം കൂടി പരിഗണിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്.